എല്ലാവർക്കും എൻ്റെ ചാനലായ പനാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് താറാവ് റോസ്റ്റാണ്. കുട്ടനാട് താറാവ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ കോട്ടയത്തുള്ള മൂളിയാൻ്റെ റെസിപ്പിയാണ് ഈ താറാവ് റോസ്റ്റ്. ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ് ആൻറ്റിയുടെ താറാവ് റോസ്റ്റ്. ഒരു താറാവ് കറിക്ക് നമ്മൾ സാധാരണ താറാവ് കറിക്ക് ഒരു മണമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് അങ്ങനെ മണമൊന്നുമില്ലാതെ ഉണ്ടാക്കുന്ന കറിയാണ്. താറാവ് റോസ്റ്റിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ആ പൊടികളെല്ലാം ഒരു നല്ല റോസ്റ്റ് മണം വന്നു കഴിയുമ്പോൾ നമുക്കത് അടുപ്പത്തു നിന്ന് മാറ്റി വെച്ച് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി അവിടെ താറാവ് എടുത്തിരിക്കുന്നത് 2 കുട്ടനാടൻ താറാവാണ്. കുട്ടനാടൻ താറാവ് തന്നെ വേണം റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അത് നല്ല നെയ്യുള്ള താറാവ് ഇറച്ചി വേണം. പിന്നെ ഞാൻ ഇതിൻ്റെ സ്കിന്നും കൂടി ചേർത്തിട്ടാണ്, തൊലിയും കൂടി ചേർത്തിട്ടാണ് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 താറാവ് കൂടിയിട്ട് ഏകദേശം 1,350 കിലോയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വലിയ അല്ലി വെളുത്തുള്ളിയാണ്. ഏകദേശം 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ചതച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ കിട്ടും. ചൂടാക്കി വെച്ച പൊടിയുണ്ടല്ലോ, അതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ആ പൊടികൾ മുഴുവൻ ഇതിലേക്ക് ചേർക്കണം. ഇനി ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഗരം മസാല പൗഡറിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം അതെല്ലാം കൂടെ ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു 1 മണിക്കൂർ നേരം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ നാരങ്ങയുടെ സൈസിലുള്ള വാളംപുളി ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ പുളി ഒന്ന് നല്ലതുപോലെ സോക്ക് ആകാനായിട്ട് വയ്ക്കാം. ഞാൻ ഇവിടെ 3/4 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. ആ തേങ്ങാപ്പീര ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുത്തിട്ടുണ്ട്. ഈ വറുത്ത തേങ്ങ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ തേങ്ങയ്ക്ക് ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഈ തേങ്ങ അരച്ചെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്, വെറുതെ ഒന്ന് അരച്ചെടുത്താൽ മാത്രം. ഇനി അരച്ചെടുത്ത തേങ്ങ നമുക്ക് താറാവ് ഇറച്ചിയിലേക്ക് ചേർക്കാം. വാളംപുളി നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത വാളംപുളിയുടെ വെള്ളം നമുക്ക് ഇറച്ചിയിലേക്ക് ചേർക്കാം. ഇതൊരു 5 ടേബിൾ സ്പൂൺ ഉണ്ട് ഈ വാളംപുളിയുടെ വെള്ളം. ഇപ്പോൾ താറാവ് ഇറച്ചിയിൽ വാളംപുളിയുടെ വെള്ളം ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ താറാവ് ഇറച്ചിക്ക് ഒരു മണം ഉണ്ടാവും, ഒരു മുശുക്ക് മണം ഉണ്ടാവും. അപ്പോൾ ഈ വാളംപുളിയുടെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ താറാവ് ഇറച്ചിക്ക് ആ മണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുളിവെള്ളം ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലതാണ്. ഇനി നമുക്ക് താറാവ് ഇറച്ചി ഒന്നില്ലെങ്കിൽ പാനിലിട്ടിട്ട് നമുക്ക് സാധാരണ രീതിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഈ പാത്രത്തിൽ കുറച്ച് മസാലയുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ മസാല എല്ലാം കൂടെ നമുക്ക് ഇറച്ചിയിലേക്ക് ചേർക്കാം. രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി. അപ്പോൾ കുക്കറിൽ ആ സ്റ്റീമെല്ലാം പോയ ശേഷം നമുക്ക് അടപ്പ് തുറന്നിട്ട് ഈ ഇറച്ചി കഴിച്ച് നോക്കുക. അതിൽ ഉപ്പും അതേപോലെ തന്നെ എരിവൊക്കെ ഉണ്ടെന്ന് നോക്കണം. ഈ സമയത്ത് ഇറച്ചി വെന്തിട്ടുണ്ട് ഇപ്പം നല്ലതുപോലെ. ഇപ്പോൾ ഇറച്ചിയിലുള്ള ആ നെയ്യെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് ആ പാത്രം കുക്കർ ഒന്ന് ചരിച്ച് കുറച്ച് നേരത്തേക്ക് വയ്ക്കാം. അപ്പോൾ നെയ്യെല്ലാം നമുക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചരിച്ച് വയ്ക്കുന്നത്. ഈ ഒരു പാനിലേക്ക് നമ്മൾ താറാവ് ഇറച്ചിയുടെ നെയ്യ് ഒഴിക്കുകയാണ്.
ഞാനിവിടെ ഒരു 3/4 കിലോ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സവാള നമുക്ക് കുറച്ച് ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ നെയ്യ് കുറവാന്ന് തോന്നുവാണെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം വറുക്കാനായിട്ട് സവാള. ഈ വറുത്ത സവാള നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം മുഴുവൻ സവാളയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് നമുക്ക് കുറച്ച് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ വറുത്തതിൽ എണ്ണ കുറവാന്ന് തോന്നുന്നെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കാനായിട്ട്. ഈ വറുത്തെടുത്ത് ഉരുളക്കിഴങ്ങ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ സെയിം പാനിലേക്ക് ബാക്കി എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച താറാവ് ഇറച്ചി ചേർക്കണം. ഈ ചെറിയ തീയിൽ വെച്ച് ഈ താറാവ് ഇറച്ചി നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇറച്ചി വറുക്കാനുള്ള ഓയിൽ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇറച്ചി വറുത്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ താറാവ് ഇറച്ചി ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി സമയമാകുമ്പോൾ നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ബാക്കിയുണ്ട്. ആ വെള്ളം മുഴുവനും കൂടെ നമുക്ക് ഈ ഇറച്ചിയിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച സവാളയിൽ നിന്ന് കുറച്ച് സവാള മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള സവാള മുഴുവനും ഇറച്ചിയിലേക്ക് ചേർക്കാം. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വറുത്തതിൽ നിന്നും കുറച്ച് ഉരുളക്കിഴങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ഇറച്ചിയിലേക്ക് ചേർക്കണം. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് താറാവ് ഇറച്ചി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ താറാവ് ഇറച്ചിയിൽ കുറച്ച് വെള്ളം കുറവുള്ളതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ചൂടുവെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചാലും മതി. ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇപ്പോൾ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ താറാവ് റോസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച സവാള വറുത്തതും ഉരുളക്കിഴങ്ങ് വറുത്തതും ഈ താറാവ് റോസ്റ്റിൻ്റെ മുകളിലേക്ക് ഇടാം.